ഹൈന്ദവ വിശ്വാസികളായ യുവാക്കൾക്ക് പണമുണ്ടാക്കണോ, മധ്യവയസ്കർക്ക് പണമുണ്ടാക്കണോ, സ്ത്രീകൾക്ക് പണമുണ്ടാക്കണോ, പ്രായമായവർക്ക് പണമുണ്ടാക്കണോ? ഈ നന്ദഗോവിന്ദം ഭജൻസ് അതാണല്ലോ ഇപ്പൊ ട്രെൻഡ്. ഹിന്ദു യുവതയെ അവർ ക്ഷേത്രങ്ങളിലേക്കും ഹൈന്ദവീയതയിലേക്കും എത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ വാനോളം പുകഴ്ത്തുന്നുണ്ടല്ലോ ഇപ്പോ. സ്വന്തം മക്കള് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുമ്പോഴോ ഒരു സ്ത്രീക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കാതെ അവസാനം മക്കളെ ഉപേക്ഷിച്ച് അവർ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോഴോ? നമസ്കാരം എന്ന് പറയുന്നത് ഹിന്ദുവിന്റെ വരുമാനത്തെ കുറിച്ചാണോ എന്ന് ചോദിച്ചാല് അതെ. എന്നാല് ഇത് ആത്മീയ ചാനലല്ലേ, അപ്പൊ ഭൗതികത പറയുന്നത് എന്തിനാ എന്ന് ചോദിച്ചാല് ആത്മീയതയും ഭൗതികതയും സംയോജിപ്പിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണല്ലോ സമത്വഭാരതി പ്രചരിപ്പിക്കുന്ന ആശയം. ഇനി കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിൽ അവസാനം ഞാനൊരു കാര്യം പറയുന്നുണ്ട്, അതും നടന്ന സംഭവം തന്നെയാണ് കേട്ടോ. ഒന്നെല്ലാവരും കേൾക്കണം, അപ്പോ മനസ്സിലാവും ഹിന്ദു എങ്ങനെയാണ് നശിക്കുന്നത് എന്നുള്ളത്. പിന്നെ രണ്ടാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹിന്ദുക്കൾക്ക് എങ്ങനെ വരുമാനമുണ്ടാക്കാം, അതിന് സഹായകരമായിട്ടുള്ള സമത്വഭാരതിയുടെ വിവിധ പദ്ധതികൾ എന്തൊക്കെ എന്നൊക്കെ വിശദമായിട്ട് പറയുന്ന പേജ് വേറെ ഉണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇത് യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരുമാനം ആഗ്രഹിക്കുന്ന എല്ലാവരും അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബ് ആണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. ഇനി വിഷയത്തിലേക്ക് വരാം. അതായത് ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള യുവതീ യുവാക്കൾക്ക് പണം ഉണ്ടാക്കണോ, മധ്യവയസ്കർക്ക് പണം ഉണ്ടാക്കണോ, സ്ത്രീകൾക്ക് പണം ഉണ്ടാക്കണോ, പ്രായമായവർക്ക് പണം ഉണ്ടാക്കണോ, എല്ലാത്തിനുമുള്ള നിരവധി പദ്ധതികൾ സമത്വഭാരതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനുള്ള പദ്ധതികളും നമ്മളുടെ കയ്യിൽ തന്നെയുണ്ട്. അതായത് സൗജന്യമായിട്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുത്തിട്ട് അവർക്ക് ജോലിയോ സംരംഭമോ ആക്കി കൊടുക്കുക. പക്ഷെ കഷ്ടം എന്ന് പറയാവുന്നത്, നമുക്ക് റിപ്പോർട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഇത്തരം വീഡിയോകൾ കാണുന്നതിൽ 90% 40-ന് മുകളിലുള്ളവരാണ്. അതിൽ തന്നെ 70% 55 വയസ്സിന് മുകളിലുള്ളവരാണ്. ഇനി അതിൽ തന്നെ സ്ത്രീകൾ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും 20%. അപ്പോ എന്റെ ഒരൊറ്റ ചോദ്യം, ഈ ഹിന്ദു യുവതീ യുവാക്കൾ എവിടെയാ, നമ്മുടെ അമ്മമാരെവിടെയാ? അതറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിച്ചിറങ്ങണം. അല്ലാതെ സ്വന്തം മക്കൾ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുമ്പോഴോ ഒരു സ്ത്രീക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൊടുക്കാതെ അവസാനം മക്കളെ ഉപേക്ഷിച്ച് അവർ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോഴോ സ്വന്തം മക്കൾ വേലി ചാടുമ്പോഴോ അല്ല നെഞ്ചത്തടിച്ച് കരയേണ്ടത്. ചില അച്ഛനമ്മമാരുണ്ട്, പഠിക്കുന്ന മക്കള് ഐഫോൺ വാങ്ങുമ്പോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോ, അതും അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങുമ്പോ ഭയങ്കര അഭിമാനമാണ്. പക്ഷേ പണം എവിടെ നിന്ന് വന്നു? അവര് പറയുന്ന ആ വഴിക്ക് തന്നെയാണോ പണം വരുന്നത്? നേരായ വഴിക്കാണോ പണം വരുന്നത്? ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് നേർവഴിക്കല്ല കാര്യങ്ങളുടെ പോക്ക് എന്നുണ്ടെങ്കിൽ അവരെ ഇനിയെങ്കിലും ഹൈന്ദവ സംസ്കാരത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. ഇനി ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ ഉടനെ അവരെ നമ്മളുടെ സംസ്കാരം ശീലിപ്പിക്കണം. അപ്പോ പിന്നെ ഭാവിയിൽ ദുഃഖിക്കേണ്ടല്ലോ. അതിനു വേണ്ടിയിട്ടാണ് സമത്വഭാരതി എന്ന പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത് തന്നെ, അല്ലാതെ ആത്മീയത മാത്രം പറയാനല്ല. ഇനി ഇതിനൊന്നും സാധിക്കാത്തവരാണെങ്കിൽ അവരെ ഒന്ന് സമത്വഭാരതിക്ക് മുന്നിലേക്ക് ഒന്ന് എത്തിച്ചു തന്നാൽ മാത്രം മതി. അവരെ ഞങ്ങൾ ജീവിക്കാൻ പഠിപ്പിക്കാം. ഹൈന്ദവ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റർടൈൻമെന്റും വ്യായാമവും പ്രതിരോധ മുറകളും സാഹോദര്യവും പരസ്പര ബഹുമാനവും പരസ്പര സഹായവും ധനസമ്പാദന മാർഗങ്ങളും എല്ലാം അടങ്ങുന്നതാണ്. അല്ലാതെ അന്ധവിശ്വാസമല്ല, പ്രകൃതിയുമായിട്ടുള്ള പൊരുത്തപ്പെടലാണ് ഹൈന്ദവ ജീവിത രീതി എന്ന് പറയുന്നത്. പ്രകൃതി കനിഞ്ഞാല് പണം താനെ വരും. അപ്പോ പറഞ്ഞു വന്നത്, ഹൈന്ദവ ജീവിത രീതി ജീവിതത്തിൽ പകർത്തിയാല് ജിമ്മിലും പോകണ്ട, ബാറിലും പോകണ്ട, പബ്ബിലും പോകണ്ട. അങ്ങനെ കുടുംബം നന്നായാല് സ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് ആരും വേലിയും ചാടില്ല. സംസർഗ ഗുണം കൊണ്ട് നല്ല സൗഹൃദങ്ങളും കിട്ടും. ഇതൊക്കെ നടപ്പിലാക്കി എടുക്കാനായിട്ടാണ് ഓരോ പഞ്ചായത്തിലും ഒരു 10 പേര് വീതം വിചാരിച്ചാൽ മതി എന്ന് നമ്മൾ പറയുന്നത്. ഇല്ലെങ്കിൽ ഹിന്ദുവിന് നിലനിൽപ്പില്ല. ഇനി ഒരു ചെറിയ കാര്യം കൂടി പറയാം. നന്ദഗോവിന്ദം ഭജൻസ് അതാണല്ലോ ഇപ്പൊ ട്രെൻഡ് എന്ന് പറയുന്നത്. ഹിന്ദു യുവതയെ അവര് ക്ഷേത്രങ്ങളിലേക്കും ഹൈന്ദവീയതയിലേക്കും എത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ വാനോളം പുകഴ്ത്തുന്നുണ്ടല്ലോ ഇപ്പോ. അവർ ചെയ്തിരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അവരുടെ കൂടെ നമ്മളുടെ യുവതീ യുവാക്കൾ ഏറ്റുപാടുന്നുമുണ്ട്. പക്ഷേ ഇവരുടെ ഭജന നമ്മളുടെ കുട്ടികൾ വർഷത്തിൽ എത്ര തവണ നേരിട്ട് കേൾക്കും? 2 or 3 തവണ, ഏറിയാൽ 5 തവണ. അപ്പോ എന്റെ ഒരു ചോദ്യം, അവരുടെ കൂടെ പാടാൻ മനസ്സുള്ള, കഴിവുള്ള, അങ്ങനെ ചെയ്താൽ സന്തോഷം കിട്ടുന്നു എന്ന് തോന്നുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് 10 പേർക്ക് ചേർന്നിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ട് പാടിക്കൂടാ? അവിടെയാണ് ഹിന്ദുവിന്റെ പരാജയം എന്ന് പറയുന്നത്. നന്ദഗോവിന്ദം ഭജൻസ് കാണാൻ പോയാല് അന്തസ്, സ്വന്തം നാട്ടിൽ കുറച്ചു പേർക്ക് ഒത്തുചേർന്ന് പാടാൻ നാണക്കേട്. പിന്നെ അടുത്തൊരു കാര്യം, അതായത് മാതാപിതാക്കളുടെ തെറ്റാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാവരും സ്വന്തം മക്കളോട് പറയും, പഠിക്കേണ്ട സമയത്ത് നീ പഠിച്ചാ മതി, അല്ലാതെ ബിസിനസ്സും ജോലിയും ഒന്നും വേണ്ട. ചുരുക്കം പറഞ്ഞാല് മക്കളെ സ്കൂള്, +2, ഡിഗ്രി, PG, പിന്നെ മഹത്തായ PSC ഈ പേരും പറഞ്ഞ് ചുമ്മാ തീറ്റിപ്പൊറ്റുക.
ഇത് ആ കുട്ടികളോട് ചെയ്യുന്ന മഹാ അപരാധമാണെന്ന് ഞാൻ പറയൂ. ചെറിയ പ്രായം തൊട്ടേ അവരുടെ മനസ്സിലും ചിന്തയിലും ബിസിനസ്സും ഉയർന്ന ജോലികളും സ്ഥാനങ്ങളും ഒക്കെ ആയിരിക്കണം. എന്നാലേ നല്ല പ്രായത്തിൽ എവിടെയെങ്കിലും ഒക്കെ എത്തിപ്പെടാൻ പറ്റൂ. ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സംഭവം, നമ്മൾ അമ്മമാർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് കേരളം ഒട്ടാകെ ശുദ്ധമായ വെളിച്ചെണ്ണ വിൽപ്പനയ്ക്ക് ആയിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ കോഴിക്കോട് നമ്മളുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ബിന്ദു ചേച്ചി ഉണ്ട്. അവരുടെ വീടിന്റെ അടുത്ത് കുറച്ച് കുട്ടികളുണ്ട്. അതായത് 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികളാണ്. അവർ വന്നത് SSLC പരീക്ഷയുടെ അവസാന ദിവസം. അവർ ചേച്ചിയോട് ചോദിച്ചത് ഞങ്ങൾക്ക് കുറച്ച് കുപ്പി വെളിച്ചെണ്ണ തരോ എന്നുള്ളതാണ്. അപ്പോൾ ചേച്ചി ചോദിച്ചു, അതിന് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒക്കെ ഉണ്ടോ? അപ്പോൾ ഉടനെ തന്നെ മറുപടിയും പറഞ്ഞു, 10-30,000 രൂപ എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ ചേച്ചി ചോദിച്ചു, വെളിച്ചെണ്ണ നിങ്ങൾ എവിടെ കൊണ്ടുപോയാണ് വിൽക്കുന്നത്? ഞങ്ങൾക്ക് സൈക്കിൾ ഉണ്ട്, ഫ്ലാറ്റുകളിൽ കൊണ്ടുപോയി വിൽക്കും എന്നാണ് അവർ മറുപടി കൊടുത്തത്. ഉടനെ ചേച്ചി ചോദിച്ചു, വെളിച്ചെണ്ണ മാത്രമായിട്ട് വിറ്റാൽ നിങ്ങൾക്ക് മുതലിക്കോ? ഇല്ല, ഞങ്ങൾ പാളയം മാർക്കറ്റിൽ നിന്ന് പച്ചക്കറിയും എല്ലാ ദിവസവും എടുക്കുന്നുണ്ട്. അതിന്റെ ഒപ്പമാണ് ഈ വെളിച്ചെണ്ണയും നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സത്യം ഞാൻ പറയാം. സ്കൂൾ കാലത്ത് സ്വരുക്കൂട്ടി വെച്ചിരുന്ന ആ കാശുമായിട്ട് ബിസിനസ് നടത്താൻ ഇറങ്ങിയത് ഹിന്ദു കുട്ടികളല്ല. ഇനി ഹിന്ദു കുട്ടികളാണെങ്കിൽ അവർക്കും കിട്ടും വിഷു കൈനീട്ടം, അങ്ങനെ പല രീതിയിലുള്ള ക്യാഷ്. പക്ഷെ പടക്കം പൊട്ടിച്ച് കളയും. പിന്നെ അല്ലാതെ എന്തേലും കിട്ടിയാല് അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാനാണോ വഴികളില്ലാത്തത്? അപ്പോ പറഞ്ഞു വന്നത്, കുഞ്ഞുനാളിൽ വളർത്തുന്ന രീതിയിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. PSCക്ക് വേണ്ടി 30ാം വയസ്സിലും മുട്ടിലിഴയേണ്ടവരല്ല നമ്മളുടെ മക്കള്. PSCക്ക് ഒരു സൈഡിലൂടെ ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് വരുമാനം ഉണ്ടാക്കണം. അതിന് ചെയ്യേണ്ടത്, കോഴി സ്വന്തം കുഞ്ഞുങ്ങളെ ഒരു പ്രായം കഴിയുമ്പോൾ സ്വന്തമായിട്ട് തീറ്റ നേടാനായിട്ട് കൊത്തി ഓടിക്കുന്ന പോലെ നമ്മളും അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കണം. സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷ് ചെലവാക്കുമ്പോഴുള്ള ആ ഒരു വികാരം അവരും ചെറുപ്പം മുതലേ അറിയട്ടേന്നേ. അപ്പോ അവസരങ്ങൾ സമത്വഭാരതി ഒരുക്കുന്നുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്തി വിജയിക്കാനുള്ള ആത്മീയതയും സമത്വഭാരതി ജ്ഞാനശക്തിയിലൂടെ പരിശീലിപ്പിക്കുന്നുണ്ട്. നന്നാവണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. സാവധാനം സമത്വഭാരതി കേരളത്തിൽ എല്ലായിടത്തും എത്തും. ധൃതി കൂട്ടരുത് എന്നുള്ള അഭ്യർത്ഥനയോടെ നന്ദി, നമസ്കാരം.